ഇന്ത്യൻ വിമാനങ്ങൾ മാസത്തിൽ ഒരു എഞ്ചിൻ തകരാറെങ്കിലും നേരിടുന്നുണ്ട് എന്ന് ഒരു റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. RTI വഴി ലഭിച്ച കണക്കുകൾ പ്രകാരം 2020 മുതൽ ഇതുവരെ 65 വിമാനങ്ങളിൽ പറന്നുയർന്നതിന് ശേഷം എഞ്ചിൻ പ്രവർത്തനരഹിതമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ കഴിഞ്ഞ 17 മാസത്തിനിടെ പൈലറ്റുമാർ 11 മെയ്ഡേ അപായ സന്ദേശങ്ങൾ അയച്ച് അടിയന്തര ലാൻഡിംഗിന് അനുമതി തേടിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തിൽ 260 പേർ മരിച്ച സാഹചര്യത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കാവുന്ന നിരവധി വ്യോമയാന അപകടങ്ങൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ ലോകത്ത് വിമാന അപകടങ്ങൾ അസാധാരണവുമല്ല. എല്ലാ മാസവും സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയോ നിലത്തിറക്കുകയോ ചെയ്യേണ്ടി വരുന്നുമുണ്ട്. കഴിഞ്ഞ ആഴ്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AAIB എയർ ഇന്ത്യ 787 ഡ്രീംലൈനർ വിമാന അപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനം തടസ്സപ്പെട്ടതാണ് 2 എഞ്ചിനുകളും നിശ്ചലമാവാനും അപകടത്തിനും കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. വിവരാവകാശ രേഖകൾ വെളിപ്പെടുത്തുന്നത് എന്താണ് എന്ന് വ്യക്തമായി ഒന്ന് പരിശോധിക്കാം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA നൽകിയ വിവരങ്ങൾ പ്രകാരം 2020 മുതൽ 2025 വരെ രാജ്യത്തുടനീളം പറക്കുന്നതിനിടെ എഞ്ചിൻ നിശ്ചലമായതുമായി ബന്ധപ്പെട്ട 65 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 65 കേസുകളിലും പൈലറ്റുമാർ ഒറ്റ എഞ്ചിൻ ഉപയോഗിച്ച് വിമാനങ്ങളെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളങ്ങളിൽ സുരക്ഷിതമായി എത്തിച്ചു. ഇന്ധനക്കുറവ്, ടർബൈൻ തകരാറുകൾ, തകരാറുള്ള ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സാങ്കേതിക പ്രശ്നങ്ങളാണ് എഞ്ചിൻ നിശ്ചലമാകുന്നതിലേക്ക് നയിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. 2024 ജനുവരി 1 മുതൽ 2025 മെയ് 31 വരെ രാജ്യത്തെ എയർ ട്രാഫിക് സർവീസുകൾക്ക് 11 മെയ്ഡേ കോളുകൾ ലഭിച്ചതായും RTI ഡേറ്റ വ്യക്തമാക്കുന്നു. ഈ കോളുകൾ വിവിധ സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുകയും അടിയന്തര ലാൻഡിംഗിന് അനുമതി തേടുകയും ചെയ്തവയാണ്. എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ജീവൻ അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് മെയ്ഡേ സിഗ്നലുകൾ കൈമാറുന്നത്. ഇത് പാൻ എന്ന അടിയന്തര മുന്നറിയിപ്പ് സിഗ്നലിൽ നിന്ന് വ്യത്യസ്തമാണ്. പാൻ സിഗ്നലുകൾ ഗുരുതരമായ സാങ്കേതിക തകരാറുകൾ അല്ലെങ്കിൽ മറ്റ് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ മെയ്ഡേ സിഗ്നലുകൾ ഏറ്റവും ഗുരുതരമായ ജീവന് ഭീഷണിയായ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന അപകടത്തിന് പിന്നാലെ വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണ് അപകടത്തിന് കാരണമായതെന്ന് AAIBയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ DGCA തിങ്കളാഴ്ച എയർലൈനുകൾക്ക് പുതിയ നിർദ്ദേശം നൽകി. ബോയിംഗ് 787, 737 വിമാനങ്ങളിലെ ഇന്ധന സ്വിച്ച് ലോക്കിംഗ് സിസ്റ്റം പരിശോധിക്കാനാണ് DGCA നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ എയർലൈനുകൾ 150-ലധികം ബോയിംഗ് 737കളും 787കളും പ്രവർത്തിപ്പിക്കുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ്, ആകാശ എയർ, സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ എന്നിവയാണ് ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ആഭ്യന്തര വിമാന കമ്പനികൾ. ഇൻഡിഗോയ്ക്ക് 7 B737 MAX 8 വിമാനങ്ങളും ഒരു B787-9 വിമാനവുമുണ്ട്. ഈ വിമാനങ്ങളെല്ലാം ലീസിനെടുത്തവയാണ്. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ FAA 2018 തന്നെ ബോയിംഗ് വിമാനങ്ങളുടെ ചില മോഡലുകളിൽ, അതിൽ 787കളും 737കളും ഉൾപ്പെടുന്നുണ്ട്. ഈ മോഡലുകളിൽ ഉൾപ്പെടെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ലോക്കിംഗ് സംവിധാനത്തിൽ തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതൊരു സുരക്ഷാ പ്രശ്നമായി കണക്കാക്കിയിരുന്നില്ലാത്തതിനാൽ എയർവർത്തിനെസ് ഡയറക്റ്റീവ് പുറപ്പെടുവിച്ചിരുന്നില്ല. തിങ്കളാഴ്ച DGCA അറിയിച്ചത് FAAയുടെ SAIB അനുസരിച്ച് നിരവധി അന്താരാഷ്ട്ര ആഭ്യന്തര ഓപ്പറേറ്റർമാർ തങ്ങളുടെ വിമാനങ്ങളിൽ പരിശോധന ആരംഭിച്ചതായി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഈ സംഭവങ്ങൾ ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളാണ് വർദ്ധിപ്പിക്കുന്നത്. തുടർച്ചയായ സാങ്കേതിക തകരാറുകൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.